ഹലോ. സാർ, അമ്മയെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? ഇതുവരെ ഇല്ല ഡോക്ടർ. ഞങ്ങൾ അറിയാവുന്ന വഴിക്കൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കാര്യമായ ഇൻഫർമേഷനൊന്നും കിട്ടിയിട്ടില്ല. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. പക്ഷേ ഞാനിപ്പോൾ വന്നത് വേറൊരു സീരിയസ് കാര്യം പറയാനാ. എന്താ സാർ? കഴിഞ്ഞ ദിവസം ഡ്രഗ്സ് കൈവശം വെച്ചതിൻ്റെ പേരിൽ 18 വയസ്സായ 2 ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് സ്കൂൾ കുട്ടികൾക്ക് ഡ്രഗ്സ് വിതരണം ചെയ്യുന്നത് അവരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അവരുടെ കസ്റ്റമേഴ്സിൽ ഒരാൾ ഇവിടുത്തെ കുട്ടിയാണ്. എന്താ, സായുജ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു? യെസ് ഡോക്ടർ. സായുജ് അടക്കം പല കുട്ടികൾക്കും ഡ്രഗ്സ് സപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഈശ്വര, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. തൽക്കാലം ഞാൻ കുട്ടിയുടെ പേരിൽ കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. പക്ഷെ ശ്രദ്ധിക്കണം, പാരൻസിൻ്റെ ഒരു ശ്രദ്ധ അവരിലെപ്പോഴും വേണം. അവൻ്റെ കൂട്ടുകെട്ട് എന്തൊക്കെയാണ്, അവൻ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇന്നൊരു വിരലിൻ്റെ തുമ്പത്ത് അവർക്കെല്ലാം ലഭ്യമാണ്. ഗുണം പോലെ തന്നെ അതിന് ദൂഷ്യവശങ്ങളുണ്ട്. ഒരു ഡോക്ടർക്ക് ഞാനിതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇന്നു മുതൽ അവൻ്റെ മേലൊരു സ്പെഷ്യൽ കെയർ ഉണ്ടാവണം. ഓക്കെ, അപ്പം ഞാൻ ഇറങ്ങട്ടെ. ശരി. അവനവിടെ ഉണ്ട്. അകത്തുണ്ട്. നിനക്ക് ഈ വീടൊരു നരകമാണെന്നും അച്ചമ്മ നിന്നെ എല്ലായ്പ്പോഴും വഴക്ക് പറയുകയാണെന്നും നിന്റെ കൂട്ടുകാരെ എല്ലാം കുറ്റം പറയുന്നു ആയിരുന്നല്ലോ നിന്റെ പരാതി. ആ, നിന്റെ കൂട്ടുകാരുടെ മാഹാത്മ ഏസൈ വന്ന് പറഞ്ഞു. നീ കാണാൻ പോകുന്നില്ല അവരെ? ലോക്കപ്പി കിടപ്പുണ്ടാ, ചെല്ല്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാ വളർന്നത്. എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നെ വളർത്തി വലുതാക്കി ഒരു ഡോക്ടറാക്കാൻ. ആ അമ്മയാ ഒരു വാക്കും പറയാതെ ഇവിടെ നീ പടിയിറങ്ങിപ്പോയത്. ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ ഒരു മക്കളും അനുഭവിക്കരുതെന്ന് ഞാൻ വിചാരിച്ചു. അവസാനം എല്ലാം എന്റെ കൈവിട്ടു പോയില്ലേടാ. ഈശ്വര, ഞാൻ എന്റെ അമ്മ എവിടെ പോയി അന്വേഷിക്കും? പപ്പ, എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം അച്ഛമ്മ പോയത്. എനിക്ക് അച്ഛമ്മയെ കാണണം. എനിക്ക് അച്ഛമ്മയെ കാണണം പപ്പ. കുട്ടികളെ പെട്ടെന്നായിക്കോട്ടെ, സാരിങ്ങ തരേ, പെട്ടെന്നായിക്കോട്ടെ കേട്ടോ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. അയ്യോ, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഇതാണ് ഞാൻ പറഞ്ഞ സാറിന്. ആ മക്കളെ, ആ നമസ്കാരം. നമസ്കാരം.
പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെതായ ഒരു സുദിനമാണ് ഇന്ന്. മലയാള സാഹിത്യത്തിലെ ബഹുമുഖ പ്രതിഭയായ സൂര്യദാസ് സാർ നമ്മെ കാണാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന ഏറ്റവും പുതിയ നോവൽ ഇന്ന് നിരവധി പുരസ്കാരങ്ങൾ നേടിയിരിക്കുകയാണ്. നോവുന്ന ഒരമ്മ മനസ്സിനെ വരച്ചു കാട്ടുന്ന പ്രമേയമാണ് ആ നോവലിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചത്. ഇവിടെ ഇരിക്കുന്ന പല അമ്മമാരുടെയും ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ നോവലിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ ഒന്ന് കാണുവാനും നമ്മുടെ പ്രശ്നങ്ങളെ അറിയുവാനും നമ്മുടെ സന്തോഷത്തിലും ദുഃഖങ്ങളിലുമൊക്കെ പങ്കെടുക്കുവാനുമാണ് നമ്മുടെ പ്രിയപ്പെട്ട സൂര്യദാസ് സാർ ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ വേദിക്ക് അലങ്കാരവും അനുഗ്രഹവുമാണ്. അദ്ദേഹത്തിനെ ഈ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല അനർഘ നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. മറക്കാൻ പറ്റാത്ത ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ അനർഘമായ നിമിഷങ്ങളിൽ ഒന്നാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസം കാരുണ്യത്തണലിൽ, സ്നേഹത്തണലിൽ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു, സന്തോഷിക്കുന്നു. നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നുവെന്ന് പറയുമ്പോൾ ഞാൻ സങ്കടപ്പെടുന്നുമുണ്ട്. നിങ്ങളിവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി കഴിയുകയാണ് എന്നെനിക്കറിയാം. പക്ഷേ സമൂഹത്തിൽ ഇത്ര അധികം ആളുകൾ അനാഥരായി കാണപ്പെടുന്നു എന്നുള്ളത് എന്നെ വേദനപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേരുടെ സ്നേഹം കിട്ടാതെ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, മക്കളുടെ സ്നേഹം കിട്ടാതെ പോയിരിക്കുന്നു, കൊച്ചുമക്കളുടെ സ്നേഹം കിട്ടാതെ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാലം അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആകാശം. അമ്മ എന്താ അങ്ങോട്ട് പോവാതിരുന്നേ? ഒന്നുമില്ല, ഇവിടെ ഇരുന്നാലും കേക്കാലോ. അവിടെ സൂര്യദാസ് സാറും കുറച്ച് കുട്ടികളും വന്നിട്ടുണ്ട്. അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അവരെല്ലാം കാണാമായിരുന്നല്ലോ. മനസ്സിനൊരു സുഖമില്ല. കുറച്ചു നേരം ഒന്ന് കിടന്ന് ശരിയാവുമായിരിക്കും. എന്നാ ഞാൻ പൊക്കോട്ടെ അമ്മേ. ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഏറ്റെടുത്തിരിക്കുന്ന കർത്തവ്യവും അത് തന്നെയാണ്. ഇന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇവിടുത്തെ അന്തേവാസികളുമായി കഴിഞ്ഞുകൂടാൻ, കൂട്ടുചേരാൻ, അവരുമായി സഹവർത്തിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ പ്രായമായവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് നല്ല മനുഷ്യരായി ജീവിക്കേണ്ടത്, ഇത് ഈ കുട്ടികളിൽ നിന്ന് മുതിർന്നവർ പഠിക്കേണ്ട പാഠമാണ്. ഈ കുഞ്ഞു തൈകൾ വളർന്നു വരുമ്പോൾ വൻവൃക്ഷമായി സമൂഹത്തിനൊരു തണലായി അവർ മാറും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു നല്ല ദിവസം, കുറേയേറെ നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഈ കുട്ടികൾക്ക് വീണ്ടും ഞാൻ നന്ദി പറയും. നന്ദി, നന്ദി, നമസ്കാരം. സാറ് വന്നത് എല്ലാവർക്കും വലിയ സന്തോഷമായി. എനിക്കും സന്തോഷമായി. സാറിന് തിരക്കില്ലെങ്കിൽ അവരെ കൊണ്ട് നേരിട്ട് പോയി കണ്ടാലോ? പിന്നെന്താ, കാണാമല്ലോ. ഒരു സാർ അമ്മ എന്താ അങ്ങോട്ടൊന്നും വരാഞ്ഞത്? ഇവിടെ എങ്ങനെ ഇരുന്നാൽ മതിയോ? നമസ്കാരം. അകത്തേക്ക് വരൂ. ഇത് സൂര്യദാസ് സാർ, എഴുത്തുകാരനാണ്. അമ്മയെ കാണാനാണ് ഇങ്ങോട്ട് വന്നത്. ഇരിക്കൂ.
ഒന്നും വിചാരിക്കരുത്. ആകെ ഒരു സുഖമില്ലായ്മ. അതാ ഞാൻ അങ്ങോട്ട് വരാഞ്ഞത്. ഏയ് അതൊന്നും സാരമില്ല. ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിക്കാം. അതൊന്നും വേണ്ട. അസുഖം ശരീരത്തിനല്ല, മനസ്സിനാ. അതൊന്നും ഈ ജന്മം മാറുകയില്ല. മക്കള്? ഒരു മോനുണ്ട്. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവനിപ്പോൾ വലിയ ഡോക്ടറാ. വലിയ ആളായപ്പോൾ വലിയ വീട്ടിൽ നിന്ന് ബന്ധം വന്നു. ജോലിയുള്ള ഭാര്യ, കുട്ടികൾ എല്ലാം ആയപ്പോൾ എനിക്കെന്തോ ഞാനൊരു ബാധ്യതയാണെന്ന് തോന്നി. പിന്നൊന്നും നോക്കിയില്ല, ഇറങ്ങി വന്നു. നിങ്ങളുടെ ഭർത്താവ്? അവൻ 5 വയസ്സുള്ളപ്പോൾ ഞങ്ങളെ വിട്ടു പോയതാ. നിങ്ങൾക്ക് ഒരു മകനേ ഉള്ളൂ? നിങ്ങൾ എവിടെയാണെന്നറിയാതെ മകനിപ്പോൾ വല്ലാതെ വിഷമിക്കായിരിക്കില്ലേ? അവൻ്റെ നമ്പരൊന്ന് പറഞ്ഞ് ഞാനവനൊന്ന് വിളിക്കാം. വേണ്ട, വിളിക്കണ്ട. അവരവിടെ സുഖമായിട്ട് ജീവിക്കട്ടെ. ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ ഉടനെ വരാം. ശരി മാം, ഓക്കെ. സാർ, ഞാൻ ഡോക്ടർ സൂരജ്. ഇരിക്കും. സാർ, എൻ്റെ അമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. എന്താ അമ്മയുടെ പേര്? ദേവകി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമ്മ ഇവിടെ എത്തിപ്പെട്ടു പോയതാ. ദീപം 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 ദീപം. സന്ധ്യാനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാ അവൻ്റെ ഒരു മൊബൈലിൽ കളി. ലാളിച്ച് തലയിൽ കെട്ടി വെച്ചിരിക്കുക. കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ മുതിർന്നവരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതിനൊക്കെ ഇവിടെ ഉള്ളവർക്ക് എവിടാ സമയം? അച്ചമ്മയ്ക്ക് വേറെ പണിയൊന്നും. നീ ആ കുന്ത്രാണ്ട മാറ്റി വെച്ച് ഇവിടെ വന്നിരുന്ന് നാമം ചൊല്ലുന്നുണ്ടോ? രാമനെ വിളിക്കാനല്ലേ? ഇരുന്ന് വിളിച്ചോ. എനിക്ക് വേറെ ചിലര് വിളിക്കാനുണ്ട്. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ രാമ രാമ. എന്താടാ നീ മോങ്ങനിപ്പിച്ചിരിക്കുന്നത്? അച്ഛൻ അച്ഛമ്മോട് പോയി ചോദിക്കും. ദേവകിയമ്മോ, പഠിത്തം തന്നെ. നീ എന്തെത്ര വൈകിയേ? ഹോസ്പിറ്റലില് ഒരു എമർജൻസി സർജറി ഉണ്ടായിരുന്നു. അമ്മ എന്തെങ്കിലും കഴിച്ചോ? ഇത്തിരി കഞ്ഞി കുടിച്ചു. അതെ, അച്ഛമ്മ അവനെ എപ്പോഴും ചീത്ത പറയുന്നു പറഞ്ഞ് സായുജിന് വലിയ പരാതിയാ. അവൻ്റെ പ്രായം അതല്ലേ അമ്മ. ദേ, എന്നെ വളർത്തി വലുതാക്കാൻ അമ്മ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി ആ കഷ്ടപ്പാടൊന്നും അവരാരും അറിയരുത്.
അതുകൊണ്ടാണ് ഞാൻ അവരെയൊന്നും പറയാത്ത. പിന്നെ ഒരിത്തിരി ലാളനെയും സ്വാതന്ത്ര്യമൊക്കെ അവന് കൂടുതലുണ്ട്. അതിൻ്റെ കുഴപ്പം അവനുണ്ട്. അമ്മ ഇനി അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. ഞാൻ ഓരോന്ന് കാണുമ്പോൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അല്ലാതെ അവനോട് എനിക്കെന്ത് ദേഷ്യം? അവനും എൻ്റെ മോനല്ലേ. പക്ഷേ കുട്ടികളെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. ആ, നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല, കഴിക്കണം. ആ, ചെല്ല്, എന്തേലും കഴിക്കേ. ഹോസ്പിറ്റലിൽ നിന്ന് ക്ഷീണിച്ചു വന്നല്ലേ. ഇന്നെന്തോ കൊച്ചു നേരത്തെ ആണല്ലോ. ആ, ശരിയാണല്ലോ, ഇന്നൊരു പീരീഡ് നേരത്തെ ആണല്ലോ. ചേച്ചി അവൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല, വീട്ടിൽ വന്നാലും അത്യാവശ്യം വായനയും പഠിത്തമൊക്കെ ഉണ്ട്. വലിയ ക്ലാസ്സിലാവുമ്പോഴും ഇതൊക്കെ തന്നെ കണ്ടാൽ മതിയായിരുന്നു. അതിനെ ഒന്ന് പഠിപ്പിച്ച് കരകയറ്റണം, അതേ എനിക്ക് ആഗ്രഹമുള്ളൂ. എന്നെപ്പോലെ വെയിലത്തിടുന്നവൻ കഷ്ടപ്പെടരുത്. അമ്മ, എന്താടാ സൂരജ്, ചാടി പോന്നാണോ? ലാസ്റ്റ് പീരീഡ് ഡ്രില്ലായിരുന്നു. പി.ടി. മാസ്റ്റർ അടുത്ത് വെച്ച് ഞാൻ ഇങ്ങനെ പോന്നു. നീ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് വല്ലതും കുടിച്ചോ? ഞാൻ കുടിച്ചു. അമ്മ മാറമേ, ഞാൻ ചെയ്തോളാം. മാറമേ, എടാ ഇത് കഴിഞ്ഞടാ, ഞാൻ ചെയ്തു തരാം. സൂക്ഷിച്ച് ചെയ്തോക്ക്. സായുജ് അകത്തില്ലേ? ഓൾറെഡി സായുജ് ഇവിടെ ഇല്ലേ? കേറി പോരാ. ആ ആ ആ ഇതെവിടെയായിരുന്നു? എത്ര നേരായി? അവരൊക്കെ വന്നോളൂ. എന്തൊരു ബഹളാ ഇത്! എന്താ ഇവിടെ നടക്കുന്നേ? എനിക്കറിയില്ല അച്ഛമ്മ, ചേട്ടന്റെ പുതിയ ഫ്രണ്ട്സാ. എന്തൊരു കഷ്ടം. എന്ത് തോന്നിയാസാ ഇത്? എന്താണ് ഈ അച്ഛമ്മയ്ക്ക് പ്രശ്നം? അമ്മയെ വഴക്കിട്ട് സായുജ് 3 മണിയായിപ്പോ പോയതാ, ഇതുവരെ വന്നിട്ടില്ല. അമ്മയായിട്ട് എന്തിനാ വഴക്കിട്ടെ? എനിക്കറിയില്ല, അകത്തിരിക്കണ്ട്, പോയി ചോദിക്കും. ഈ അമ്മ ഇത് എന്ത് ഭാവിച്ച് തുടങ്ങുന്നേ? പിള്ളേരാവുമ്പോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. പ്രായമായാലേ അടങ്ങി ഒതുങ്ങിയിരിക്കണം, അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം കളയില്ല വേണ്ടേ. നീ ഒന്ന് പതുക്കെ സംസാരിക്കേ, അമ്മ കേൾക്കും. കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത്. മോളെ, എന്താ ഉണ്ടേ? ചേട്ടന്റെ ഒരു കൂട്ടുകാരൻ വന്നു. എന്നിട്ട് അകത്ത് കയറി ഒച്ചത്തി പാട്ടും വെച്ച് ഡാൻസും കൂത്തും ആകെ ബഹളായി. അച്ഛമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അച്ഛമ്മ വരെ വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടു. അല്ല, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണായിരുന്നു, പറയാനായിട്ട്. ഈ പ്രായത്തിൽ നീ ഡ്രൈവിംഗ് പഠിക്കാൻ പോന്നോ? എടി, അതിനൊക്കെ 18 വയസ്സ് തികയണം. അതിന്റെ വയസ്സും പ്രായമൊക്കെ ഉണ്ടോ? എന്താല്ലേ മക്കൾ ഇറങ്ങിയോ? ഉറക്കം വരണ്ടോ മോക്ക്? ഉണ്ടോ?
ചവിട്ടടി. പാടാ വാ. എൻ്റെ വീട്ടിൽ ആൾക്കാരൊക്കെ അന്ന് കൊട്ടതിനാ സാധനത്തിന് അടിച്ച് ഭാസ്കറിൻ്റെ വീട്ടിലായിരുന്നു. നീ എന്താ ഇവിടെ? അത് പിന്നെ മിണ്ടി പോരുത്. സായുജേ, എടാ സായുജേ. എന്താണ് അച്ഛമ്മേ? എന്തിനാ കിടന്ന് ഒച്ചയിടുന്നത്? നിന്റെ ഈ കൂട്ടുകാരനോട് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ പറയണം. കാര്യം എന്താ? ഞാൻ പറഞ്ഞത് കേട്ടാ മതി. എല്ലാരും ഇവിടുന്ന് ഇറങ്ങ്. ഇവരെന്റെ കൂട്ടുകാരൻ ഞാൻ വിളിച്ചിട്ടാ വന്നത്. കൂട്ടുകാര് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇറങ്ങ്, ഇറങ്ങാനാ പറഞ്ഞത്. ഒറ്റ എണ്ണത്തിന് ഇവിടെ കാണരുത്. ഇറങ്ങ്. അച്ഛമ്മ, അച്ഛമ്മയ്ക്ക് എന്താ പറ്റിയത്? നീ മിണ്ടാതിരി. ഇറങ്ങാനല്ലേ പറഞ്ഞത്? വൃത്തികെട്ടവന്മാര്. ഇറങ്ങി പോടാ. അച്ഛമ്മേ അച്ഛമ്മ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കണേ? സദാസമയം വഴക്ക് പറഞ്ഞോണ്ടേയിരിക്കും. മോനെ, അച്ഛമ്മേ, ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് അച്ഛമ്മയുടെ വിചാരം? അതല്ല, ആ കുട്ടികള് നല്ലവരല്ല. അത് അച്ഛമ്മ അറിയേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ മടുത്തു. അച്ഛമ്മ എനിക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യം തരുന്നുണ്ടോ? മോനെ, നശിച്ച വീട്. ഞാൻ എന്താ പറയാ? അമ്മ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ചെന്ന് ഇടപെടുന്നത്? അല്ല മോനെ, ഞാൻ അവന്റെ കൂട്ടുകാരത്ര ശരിയല്ല. എന്റെ അമ്മ ഹോസ്പിറ്റലാണെങ്കിൽ ആവശ്യത്തിലധികം ടെൻഷനുണ്ട്. ഇനി ഇവിടെ കൂടെ ഉള്ള മനസ്സമാനം കളയല്ലേ? ഏട്ടാ, കുറച്ചു ദിവസമായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ? നമുക്ക് അമ്മയെ എവിടെയെങ്കിലും കൊണ്ടാക്കിയാലോ? നീ എന്തോ പറയുന്നത്? അല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ള സമാധാനം പോവും. ഇങ്ങനെ പോയാ ചിലപ്പോൾ നമ്മുടെ മക്കൾ വരെ നമുക്ക് നഷ്ടപ്പെടും. ഇനി എന്താ ചേട്ടൻ തീരുമാനിക്കാം? ഞാൻ എൻ്റെ അമ്മയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ശരി, വരൂ.
ആ മുറിയില്ല. കുറച്ച് നേരത്തെ ചെന്നപ്പോൾ ഉറക്കത്തിലായിരുന്നു. വാ. അമ്മ, അമ്മേ, 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 അമ്മ, അമ്മ. ഇന്നലകളിൽ എന്നെ നെഞ്ചോടു ചേർത്തൊരമ്മയുന്നിതാ കിടക്കുന്നു നിശ്ചലം നിശബ്ദയായി. വാഴയിലയിൽ കിടത്തി വെള്ള പുതപ്പിച്ച് വെള്ളരിപ്രാവ് പോലെൻ്റെ പെറ്റമ്മ ഇന്നലെ കൂടി എന്നെ തലോടിയ കൈകൾ ഇന്നിതാ നിശ്ചലമായി കിടക്കുന്നു. മാറോടു ചേർത്ത് നെറുകയിൽ ചുംബിച്ച് മകനേ എന്ന് വിളിച്ച നാവും നിശ്ചലം. പിച്ച വയ്ക്കാൻ ചേർത്തു പിടിച്ച കൈകളും ഞാൻ വെച്ചു വീഴവേ ഓടിയെത്തിയ പാദവും മാധുര്യമൂറും അമ്മിഞ്ഞ നൽകിയ മാറിടത്തിൻ തുടിപ്പും നിലച്ചോ നിലച്ചോ. അമ്മേ അമ്മേ നയനങ്ങൾ ഒന്നു തുറന്നിടും എന്നെ മകനെ എന്നു വിളിച്ചിടൂ. കത്തുന്ന നിലവിളക്കിൻ തിരിനാളവും ചന്ദനത്തിരിയുടെ പുകയും സുഗന്ധവും തിങ്ങിവിങ്ങുന്നൊരാൾ കൂട്ടവും എന്നെ ചുട്ടുപൊള്ളിച്ചു വീർപ്പുമുട്ടിക്കുന്നു. സ്വന്തമെന്നൊരുവിടാൻ ആരുമെനിക്കില്ല. എന്നെ തനിച്ചാക്കി യാത്രയാവുന്നുവോ അമ്മേ അമ്മേ. ഞാൻ നൽകിടാം ദേഹവും ജീവനും തിരികെ കിടത്തുമോ ഗർഭപാത്രത്തിൽ നീ. കാപട്യമില്ലാത്ത അഗ്നിയായി പൊള്ളാത്ത അമ്മതൻ ഗർഭത്തിൽ ഞാൻ എന്നും സുരക്ഷിതൻ.